ആദ്യമേ തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു മർത്തോമായ വിശ്വാസിയാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുണ്ടായ കാരണങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. ഞാൻ ആദ്യമേ ഒരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. എനിക്ക് ആദ്യമേ ഈ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല, ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ആദ്യമായി എത്തിയത്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് മാതാവിനെ അവിടെ കയറി ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഉള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം ഓൺലൈൻ ഉടമ്പടിയോ അല്ല, തീർത്ഥാടന ഉടമ്പടി എടുത്തവർക്ക് മാത്രമേ അവിടെ കയറി കാണുവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, മാതാവിനെ കാണുന്നതിന് എന്താ ഇത്രമാത്രം പ്രത്യേകത, അവിടെ ഒന്ന് കയറി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലിക്കായി പോയി. അതൊരു ഗവൺമെൻറ്റിലായിരുന്നു. അങ്ങനെ അവിടേക്ക് ഇരുന്ന് ഒരു 2.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി OET ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം എന്നിലായിരുന്നു എനിക്ക് വിശ്വാസം. ഞാൻ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം, ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് പാസ്സാകുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവരും OET പാസ്സാവുന്നു, എനിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനും പാസ്സാകുവാനും സാധിക്കുമെന്ന്. എന്നാൽ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ഞാൻ സൗദിയിൽ ആദ്യമായിട്ട് OET എക്സാം എഴുതി ഒരു B ഗ്രേഡ് പോലും നേടാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രിപ്പറേഷനിലുള്ള കുറവുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ രണ്ടാമതും പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് നമുക്ക് എന്തായാലും അത് പൂർണ്ണമായിട്ടും നേടിത്തരും. പക്ഷേ അതിനു മുമ്പിട്ടൊക്കെ ഞാൻ സ്ഥിരമായി കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മർത്തോമായ വിശ്വാസിനിയാണെങ്കിൽ കൂടിയും ഞാൻ പഠിച്ചതെല്ലാം ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, അഞ്ചലുള്ള. അപ്പോൾ അവിടെ എന്നും രാവിലെ 5:30 വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പിന്നെ റെഗുലറായിട്ട് കൊന്ത ചൊല്ലും. അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള കാര്യം, മാതാവിൽ എനിക്കന്ന് ഒരുപാട് വിശ്വാസമുള്ള ആളായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ എപ്പോഴും മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് വീണ്ടും OETക്ക് പ്രിപ്പയർ ചെയ്തു. സ്ഥിരം ഇതുപോലെ ഒരു B എങ്ങാണ്ട് കിട്ടി. നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 4ലും B കിട്ടിയാൽ നമുക്ക് UK സ്കോർ കിട്ടും. ഒരെണ്ണത്തിന് C എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ, C+ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡ് സ്കോർ കിട്ടും. തീർത്തും വീണ്ടും രണ്ടാമതും പൂർണ്ണമായി പരാജയപ്പെട്ടു. അപ്പം ഞാൻ ഫാമിലിയുമായിട്ട് നിൽക്കാനുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഗവൺമെൻറ് ജോലിയൊക്കെ അവിടുന്ന് 3 വർഷമൊക്കെ അടുപ്പിച്ചാവാറായപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, മോളെ റിസൈൻ ചെയ്യരുത്, നല്ലൊരു ഗവൺമെൻറ് ജോലിയാണ്, എത്രയോ പേർക്ക് കിട്ടാത്ത അവസരമാണ് നിനക്ക് ലഭിച്ചത്. അപ്പം ഞാൻ പറയും, അമ്മ 6 മാസത്തിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും കയറിപ്പോവും. അത് എൻ്റെ കോൺഫിഡൻ്റ് ആയിരുന്നു. ദൈവത്തിലുള്ള മാതാവിലുള്ള ആ ഒരു ഇതിനെക്കാട്ടിൽ എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു അഹങ്കാര ഭാവമായിരുന്നു സത്യം പറഞ്ഞ്. ഞാൻ നാട്ടിൽ വന്നു. 2 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. എല്ലാ തവണയും 400-ൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 410 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതിനെങ്കിലും ഒന്നിന് എനിക്ക് C+ ആയിരിക്കും. അങ്ങനെ ഞാൻ തീർത്തും വിഷമാവസ്ഥയിലായി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2024 തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് എക്സാം എഴുതുന്ന സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും, മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടും, നാവിൽ പുരട്ടും. അപ്പം ഞാൻ എല്ലായിടം പോകും. അങ്ങനെ എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ പേപ്പർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എഴുതി വെക്കും, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവലികളെ തടുക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യും. ആ വചനങ്ങളെല്ലാം ഞാൻ 1000 തവണയൊക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. കാരണം നല്ലൊരു ജോലി കളഞ്ഞു, പിന്നെ പുതിയൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് തിരിച്ച് വീണ്ടും സൗദിയിലോട്ട് തന്നെ പോവാം. പക്ഷേ അവിടെ പോയാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് 2 മക്കളാണ്, അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്.
അങ്ങനെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കും, ചേച്ചി ഇതുവരെ എങ്ങും പോയില്ലേ? അങ്ങനെ ഞാൻ പലരെയും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വീടിനടുത്തായാലും എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ഇതുവരെ പോയില്ലേ, ആ ഒരു ചോദ്യം ഒഴിവാക്കാനായിട്ട് ഞാൻ പോകത്തില്ലെങ്കും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഒരു റീവാലുവേഷനും എടുത്തു. 400-ൽ പുറത്ത് മാർക്ക് പലതിനുമുണ്ട്, പക്ഷേ ഒരെണ്ണത്തിന് C ആണ്. എന്തോ ഒരു പ്രയോജനമില്ല. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതിലല്ല, എല്ലാത്തിലും 350 എന്നുള്ള ആ ഒരു സ്കോർ നമ്മൾ അറ്റൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തപ്പോൾ 330 എന്നുള്ള സ്കോറ് എനിക്ക് 370 കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ ഓരോ സമയത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, രാവിലെ 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് 3 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല എന്തുമാത്രം സ്ട്രെസ്സിലാണ് ഞാൻ. എന്നെ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രെസ്സായിരുന്നു. അങ്ങനെ ഞാൻ OET പാസ്സായി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു, ഇനി OET ഒക്കെ പാസ്സായി, എത്രയും പെട്ടെന്ന് അയർലൻഡിൽ പോവാം. അങ്ങനെ അയർലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം, അയർലൻഡിൽ എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും ഇപ്പോൾ ഫ്രീസാണ്. അവർ ഇന്ത്യൻസിനെ ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു പരസ്യം കണ്ട്. മിക്കവാറും ഫേസ്ബുക്കിൽ വരുന്ന പരസ്യങ്ങൾസ് എല്ലാം നിങ്ങൾക്കറിയാം ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഒരു പരസ്യം കണ്ടിട്ട് ആ ഏജൻസിയെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നു കുറച്ച് പൈസയൊക്കെ അതിന് ചിലവുണ്ട്. ആ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യം മാത്രം അവർ പറയുന്നുണ്ട്, അല്ല അതിന് മുമ്പിട്ട് DL വേണം, OET കഴിഞ്ഞിട്ട് DL എടുക്കണം. DL എടുക്കുന്ന സമയത്തും തടസ്സങ്ങൾ. ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലാണ്, ഈ മാതാവിൻ്റെ കൽപ്പനകളും എല്ലാം ഞാൻ പാലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ DL എടുത്തു. 6 മാസം കൊണ്ടാണ് എനിക്ക് DL കിട്ടുന്നത്. 2 തവണ ക്വയറി വന്നു. ഓരോ ക്വയറി വരുമ്പോഴും നമുക്ക് ടെൻഷനാണ്. ഈ ഓരോ ക്വയറിയും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് DL കിട്ടുകയുള്ളൂ. ഈ DL ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എന്ന എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ DL കിട്ടി. അങ്ങനെ വിചാരിച്ചോ ഇനി പെട്ടെന്ന് കയറി പോവാം. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു ഏജൻസി പറഞ്ഞതനുസരിച്ച് അവർ പറയുന്നുണ്ട്, എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കിയാണ് ഞാൻ പോകുന്നത്. ഈ എക്സാം 2 അറ്റംപ്റ്റേ ഉള്ളൂ. നമുക്ക് ഓരോ എക്സാമിന് 12 സ്റ്റേഷൻസ് ഉണ്ട്. ഒരു സ്റ്റേഷൻ പോയാൽ എക്സാം പോയി. 12 സ്റ്റേഷൻ പാസ്സായാൽ മാത്രമേ നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. നമ്മളൊരു വീട്ടിലിങ്ങനെ എക്സാമിന് 3 ദിവസം മുമ്പ് ചെല്ലുകയാണ്. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, കാരണം എക്സാം പാസ്സായ നാട്ടിൽ തിരിച്ചു പോകണം. നാട്ടിലുള്ള പലർക്കും അറിയില്ല ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണെന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി എല്ലാവരും ഫ്രീ ആയിട്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും അത്ര സ്ട്രെസ്സില്ല. ഞാൻ ചോദിക്കും, നമ്മൾ പാസ്സാവുമോ, എന്താവും, പോകേണ്ട വരുമോ തിരിച്ച്. അങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യുക. ഞാനാണെങ്കിൽ അവിടെ ചെന്ന് 3 ദിവസം എക്സാം പ്രിപ്പറേഷന് സത്യം പറഞ്ഞാൽ കുളിക്കാൻ മാത്രം പോകും, കഴിക്കാൻ മാത്രം പോകും. 24 മണിക്കൂറുണ്ടെങ്കിൽ 23.5 മണിക്കൂറും പഠനം. ലാസ്റ്റ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തു. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ടെൻഷനില്ല. അങ്ങനെ എക്സാമിന് പോയി. ഫസ്റ്റ് സ്റ്റേഷൻ, നമുക്ക് 12 സ്റ്റേഷനിലെ ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ കയറിയപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് പറയുകയാണ് അവിടെ വേണ്ടത്. ഇസ്ബാർ എന്ന് പറയുന്നതാണ് സ്റ്റേഷൻ്റെ പേര്. ആ സ്റ്റേഷൻ്റെ കയറിയപ്പോൾ എനിക്ക് 100% അറിയാം ആ ഡിസീസ് കണ്ടീഷൻ ഏതാണെന്ന്. പക്ഷേ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതെൻ്റെ വായിൽ വരില്ല. എന്തൊക്കെ ചെയ്താലും ആ ഡയഗ്നോസിസ് എനിക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് അവരോട് ഇങ്ങനെ അവരെൻ്റെ അടുത്ത് എൻ്റെ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു, യു ക്യാൻ ഗോ നൗ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിൽ തന്നെ സ്ട്രെസ്സായിട്ട് ഞാൻ വെളിയിലിറങ്ങി. അപ്പം ഞങ്ങൾ സാറ് പറയുമായിരുന്നു, ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും നിങ്ങൾ ആ പേടി കാണിക്കാതെ അടുത്ത സ്റ്റേഷനിൽ പോകണം എന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്റ്റേഷനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാനാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേഷനിലും ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ എക്സാമിൻ്റെ മേൽ കരുണയായിരിക്കണേ. അങ്ങനെ ഞാൻ എക്സാമിന് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവേ എൻ്റെ കൂടെ വരണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയുള്ള 11 സ്റ്റേഷൻ എനിക്കറിയില്ല എവിടെ നിന്നാണ് എനിക്കിത്ര കൃപ ലഭിച്ചത്, എത്ര ധൈര്യം ലഭിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ വിറച്ച് എനിക്ക് ഒരുപാട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റേഷനിലും കയറുമ്പോൾ
എനിക്ക് കിട്ടിയ ധൈര്യം, എനിക്ക് അമ്മ തന്ന ആ ഒരു ധൈര്യം എത്രമാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ സ്റ്റേഷനും കഴിഞ്ഞു. പിന്നെയും ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ കാണാം, നമുക്ക് ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഗൗൺ കെട്ടേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. ആ ഗൗൺ ഞാൻ കെട്ടിയില്ല. എന്ന് വെച്ചാൽ ആ എക്സാം ഫെയിലായി, 100% ഫെയിലായെന്നാണ് അതിനർത്ഥം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, 12 സ്റ്റേഷനിൽ 10 സ്റ്റേഷൻ ഞാൻ പാസ്സാവും, 2 സ്റ്റേഷൻ എനിക്ക് 100% പോവും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും ബൈബിളും വചനങ്ങൾ കേൾക്കാനും ഒരുപാട് ദൈവത്തോട് അടുത്ത് ദൈവം എന്താണെന്ന് എന്നെ ആ സമയത്ത് എന്നെ ദൈവം അറിയിച്ചു. മാതാവ് എന്താണെന്ന്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് എന്നെ അറിയിച്ച സമയങ്ങളായിരുന്നു ഞാൻ അയർലൻഡിലായിരുന്ന സമയം. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാം റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ അത് റിസൾട്ട് പാസ്സായോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഒരു സാറ് നമ്മളെ പഠിപ്പിച്ച സാറിന് അത് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ സാറ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചിയുടെ റിസൾട്ട് വന്നിട്ടില്ല, ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ സാറ് പറഞ്ഞു പാസ്സായി. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ വരാത്തത്. അപ്പം ഞാൻ സാറിനെ വിളിച്ച്, സാറേ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എടോ താൻ പാസ്സായതുകൊണ്ടാണ് തൻ്റെ റിസൾട്ട് വരാത്തത്, ഫെയിലായവരുടെ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി. അതിനുശേഷം അടുത്ത കടമ്പ് ജോലി. എക്സാം പാസ്സായ ഉടനെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ അവിടെ ചെന്നു. 1 മാസമായി 2 മാസമായി നമ്മളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒരുപാട് റെൻറ്റ് കൊടുക്കണം അവർക്ക്. അങ്ങനെ ഏജൻറ്റിനെ വിളിക്കും, ജോലിയായോ, എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അക്കോമഡേഷൻ റെഡിയായില്ല, വെയിറ്റ് ചെയ്യും. അങ്ങനെ പ്രാർത്ഥന. ഞങ്ങൾ 3 ഫ്രണ്ട്സ് രാവിലെ 3 മണിക്ക് എഴുന്നേക്കും, വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ 3 പേരും കൂടെ കൈ വിരിച്ച് പിടിച്ച് കൈ കോർത്ത് വെച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ കാണിക്കണം, വേറൊരു ഓപ്ഷനും ഇല്ല, ഇവർ നമ്മളോട് കള്ളം പറയുകയാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് പ്രൈവറ്റിൽ ജോലിയായി. അങ്ങനെ ജോലിക്ക് പോയി. ജോലിക്ക് ചെന്നപ്പോഴെന്താ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചെല്ലുന്നത്. ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാട്, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. 12 മണിക്കൂർ ഷിഫ്റ്റാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ദേഹമൊക്കെ വേദന, അത്രയ്ക്കും ബുദ്ധിമുട്ട്. അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അധികാരികളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് അവരുടെ ഹൃദയത്തിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ ഒരാൾ പെന്തക്കോസ്തേ വിശ്വാസിയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അവിടെ ആയിരുന്ന സമയത്തും ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ സമയവ്യത്യാസം കാരണം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി എന്നും കൂടിയിട്ടാണ് ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ. ഒരു ദിവസം പോലും എന്നെക്കൊണ്ട് സാഹചര്യങ്ങൾ എതിരല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും അത് മുടക്കാറില്ല. അഥവാ രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാനത് കൂടും. പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ എന്നും ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ. അതുപോലെ ആ ചൊവ്വാഴ്ച എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാനത് കേൾക്കാൻ ശ്രമിക്കും. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും കേൾക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴല്ല അവർ പറഞ്ഞു കുറേ പേപ്പറുകൾ വേണം, എന്തൊക്കെയോ പ്രമാണത്തിൻ്റെ എന്തൊക്കെയോ രേഖകൾ വേണം, മുൻ പ്രമാണം വേണം. അതെല്ലാം ഞാൻ എൻ്റെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിസ്സാരമെന്ന് പറയട്ടെ, അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കിന്നും അറിയത്തില്ല. ഞാൻ രേഖകളൊക്കെ വേണമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയി ഒരു സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, ഇന്നെടുത്ത് ആ പേപ്പർ കൊണ്ട് കൊടുക്കും. അത് നിസ്സാര രീതിയിൽ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ വിസ അണ്ടർ പ്രോസസ്സാണ്. അതും എനിക്ക് മാതാവ് എത്രയും വേഗം നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബമായി ഇവിടെ വന്ന് ഇനി ഞാൻ അടുത്ത 2 ആഴ്ചയ്ക്കകം അയർലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഇനിയും വന്ന് ഇവിടെ മാതാവിൻ്റെ സാക്ഷിയായി എൻ്റെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ഓഹരി പള്ളികൾക്കും പാവങ്ങൾക്കും വേണ്ടി മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. പിന്നെ ആരെൻ്റെ മുമ്പിൽ ഒരു ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു രീതിയിലും ഒരിക്കലും ഒരു മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ രോഗികൾ, ഇപ്പം നമ്മൾ ചെയ്യുന്നിടത്ത് രോഗികൾ ഒരുപാട് പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരുമാണ്. ഞാൻ അവരെ എല്ലാം എൻ്റെ അപ്പനെയും അമ്മയും പോലെയാണ് കരുതുന്നത്, സ്നേഹിക്കുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും, നീ എന്താ ഇന്നലെ വരാഞ്ഞേ? അപ്പോൾ അത്രയ്ക്കും എനിക്ക് ഇപ്പോഴാണ്, നേരത്തെയൊക്കെയാണ് എനിക്ക് ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞ്. ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രായമുള്ളവരുടെ കെയറൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും പോലെ എനിക്ക് അവരെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പത്രം, ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും, ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിരുന്നു ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. അപ്പം പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു, ചിലവരൊക്കെ വാങ്ങിക്കും, ചിലവരൊക്കെ ഒരു എന്തൊക്കെയോ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് മടിയാണ്. അങ്ങനെ ഞാൻ 2-3 പത്രം കൊടുത്തിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. എന്നിട്ട് വീടിനടുത്തുള്ളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓരോ ഉടമ്പടികൾ പുതുക്കുമ്പോൾ എന്നിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എനിക്ക് പിന്നെ നാണക്കേടില്ല. ഞാൻ എവിടെ വേണമെങ്കിലും കൊടുക്കും, ആരുടെ മുമ്പിലും കൊടുക്കും, ബസ്സിൽ കയറി കൊടുക്കും. എനിക്ക് ഒരു മടിയില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തിരുക്കുമാരനോട് അപേക്ഷിച്ച് എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. തുടർന്ന് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാൻ തുടരുമെന്ന് ഞാൻ പറയുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയുന്നു. ജിൻസി ബാബു എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഉടനീളം മകൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്ടെന്ന് ഈശോയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കണമേ. ഒരൊറ്റ വരി പ്രാർത്ഥന മാത്രം മതിയെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ജിൻസിയുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. മെറിറ്റിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന, വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, വളരെ നന്നായി എല്ലാം അപ്പിയർ ചെയ്യുന്ന, വളരെ നന്നായി ചെയ്യുന്ന ഒരു മകളാണ്. പക്ഷേ സൗദിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് പോരുമ്പോഴും മകൾക്ക് വളരെ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ OET പരീക്ഷ പാസ്സാകും, എൻ്റെ എല്ലാ DL പാസ്സാകും, എനിക്ക് അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടി, ഞാൻ വളരെ പെട്ടെന്ന് അയർലൻഡിലേക്ക് പോകും. അത് തന്നിൽ തന്നെയുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എപ്പോഴും C ഗ്രേഡിൽ ഒരു പോയിന്റിൽ തോറ്റുപോയ ഈ മകൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് മാത്രം സാധ്യമാകൂ എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ പിന്നെ പരിശുദ്ധ അമ്മയാണ്, മാർത്തോമ വിശ്വാസിയായ മകളെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. തൻ്റെ ഓരോ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലുമുള്ള ആ കത്തിപ്പിടിക്കുന്ന പ്രാർത്ഥനയാണ് ജിൻസി ബാബുവിനെ ഇന്ന് ഈ അൾത്താരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ളത്. ഓരോ പ്രാവശ്യവും തൻ്റെ പരീക്ഷകൾ പൊട്ടിപ്പോകുമ്പോഴും തൻ്റെ പ്രതീക്ഷകൾ നശിക്കുമ്പോഴും എല്ലാം റിവാലുവേഷന് കൊടുക്കുക എന്ന് പല പ്രാവശ്യം ഇത് ഒരു പേപ്പറിൽ തോറ്റുപോകുമ്പോഴെല്ലാം ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, നീ അത് റീവാലുവേഷന് കൊടുക്ക്. അവിടെ 330 എന്നുള്ള മാർക്ക് 370 ഉയർന്ന ഒരു വലിയ സംഭവം മകളിവിടെ ഏറ്റു പറയുന്നു. അയർലൻഡ് സ്കോർ ലഭിച്ച് മകൾക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകും. എല്ലാത്തിലും ഈ മകൾക്ക് തടസ്സമാണ്. പക്ഷേ ഒരിക്കലും പ്രത്യാശ കൈവിട്ടിട്ടില്ല. അതാണ് ജോസഫ് അച്ഛൻ പറയുന്ന 60 മേനി കൊയ്യുന്ന വിളവ് എന്ന് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വചനത്തിൽ 60 മേനി കൊയ്യുന്നവർ പ്രത്യാശയുള്ളവരാണ്. മറ്റുള്ളവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കുള്ളത് ഈശോ എനിക്ക് തരും, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുള്ള വലിയ ഉറപ്പ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി നടക്കുന്നു. അത് ഈസിയായി നടക്കുന്നത് എൻ്റെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, എനിക്ക് പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം, ഈശോയിലുള്ള എൻ്റെ വലിയ ആഴമായ വിശ്വാസവും വിശ്വസ്തതയും, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കും എന്നുള്ള ഉറപ്പോടും വിശ്വസ്തയോടും ഏറ്റുപറച്ചിലോടും കൂടിയാണെന്ന് ജിൻസി ഇവിടെ നിന്നിറങ്ങുന്നത്. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് വിശ്വസ്തരായിരിക്കാം. ജിൻസിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും, വിസ പ്രോസസ്സിങ് നടക്കാതിരിക്കുന്നവരെയും
വിസ കിട്ടാതിരിക്കുന്നവരെയും പ്രതീക്ഷയിലായിരിക്കുന്നവരെയും പ്രവാസികളായ മക്കളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.